പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം? പാത്തുമ്മയുടെ ആട് തൻ്റെ വീട്ടിലെ ഒരു സത്യകഥയാണ് എന്ന് കഥയുടെ ആദ്യ ഭാഗത്തിൽ ബഷീർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കഥയുടെ ഒരു ഖണ്ഡിക മുഴുവനും ബഷീറിൻ്റെ വീട്ടുകാരുടെ ലിസ്റ്റ് നിറച്ചിരിക്കുന്നു. കൂടാതെ ആ വീട്ടിലും പരിസരത്തുമായി വസിക്കുന്ന പൂച്ചകൾ, എലികൾ, കാക്കകൾ, കോഴികൾ, പരുന്തുകൾ, ഏറിയനുകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിൻ്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പിയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ ഒരു യോഗിയെപ്പോലെ വിലസുന്നത് മറ്റു സഹൃദയർക്കൊപ്പം ലേഖകനും കാണുന്നുണ്ട്. അതുകൊണ്ടു തന്നെയാവാം ആ കഥ ഒരു സത്യകഥയാണെന്ന് ലേഖകന് തോന്നുന്നത്. ചന്ത കൂടിയ ബഹളമാണ് അവിടെ. ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ. പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ ആശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഊരുചുറ്റലിനു ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ തൻ്റെ സ്വന്തം വീട്ടിലെത്തിയത്. ഓലമേഞ്ഞ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള ഒരു ചെറിയ വീടാണ് അദ്ദേഹത്തിൻ്റേത്. 2 സഹോദരന്മാരും അവരുടെ കുടുംബവും, ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഇളയ സഹോദരനും, ഒപ്പം മനുഷ്യകുലത്തിൽപ്പെടാത്ത ഒരുപാട് അംഗങ്ങളും ചേർന്ന് ചന്ത കൂടിയ ബഹളമാണ് അവിടെ. തന്നെ അശാന്തിയിലേക്ക് നയിച്ച ഇത്തരം സാഹചര്യങ്ങളെയെല്ലാം നർമ്മപ്രധാനമായി നാടകീയമായാണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ തനതു ശൈലി ഈ അവതരണത്തിലും പ്രകടമാണ്. ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും. പ്രൊഫസർ MK സാനു. എഴുത്തുകാരുടെ ഓരോ കാൽവെപ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത്. പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു. ഡോക്ടർ S ശാരദക്കുട്ടി. പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവുമെല്ലാം ബഷീറിൻ്റെയും മറ്റ് സാഹിത്യകാരന്മാരുടെയും കൃതികളിൽ നിന്നും മറ്റ് പഠനങ്ങളിൽ നിന്നുമെല്ലാം അറിഞ്ഞതിനേക്കാൾ എത്രയോ മാറ്റം വന്നിരിക്കുന്നു. ആൾക്കാരുടെ വായനാ താത്പര്യങ്ങളും രീതികളുമെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും സുശിക്ഷിതരായ സഹൃദയരായ വായനക്കാരെ ബഷീർ കൃതികളുടെ ഗഹനത വശീകരിച്ചു കൊണ്ടേയിരിക്കും. കഥയുടെ ഗഹനത വായനക്കാരൻ്റെ നിലവാരത്തെയും ഉയർത്തുന്നു. ബഷീർ കഥകളുടെ കാലാതിവർത്തിത്വമാണ് പ്രൊഫസർ MK സാനുവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്നും മലയാളത്തിനു ലഭിച്ച രത്നമായി പാത്തുമ്മയുടെ ആടിനെ ഭാവി തലമുറ വാഴ്ത്തുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. എഴുത്തുകാരുടെ വാക്കിലെ ഗഹനതയും വശ്യതയും അളക്കാൻ കഴിയുന്ന വായനക്കാരനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നവയാണ് നല്ല പുസ്തകങ്ങൾ. ശാരദക്കുട്ടിയുടെ അഭിപ്രായത്തിൽ പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു എന്നുവെച്ചാൽ അത് ഗഹനമാണ്, വശ്യമാണ്, വായനക്കാരെ കൂടുതൽ മികവുള്ളവരാക്കി മാറ്റുന്നതുമാണ്. പ്രൊഫസർ MK സാനുവും ഡോക്ടർ ശാരദക്കുട്ടിയും പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച് സമാനമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നല്ല പുസ്തകമെന്നും എപ്രകാരമാണ് നല്ല പുസ്തകങ്ങൾക്ക് നല്ല വായനക്കാരെ സൃഷ്ടിക്കാനാവുക എന്നും ബഷീർ കൃതികളെ ഉദാഹരിച്ചുകൊണ്ട് 2 പേരും ചൂണ്ടിക്കാണിക്കുന്നു. റോൾ പ്ലേ. വേഷവിധാനങ്ങളില്ലാതെ കഥാപാത്രങ്ങളെ ഭാഷണ തലത്തിൽ ആവിഷ്കരിക്കുന്നതാണ് റോൾ പ്ലേ. അതിൽ പങ്കെടുക്കുന്നവർ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കഥാപാത്രങ്ങളായി മാറുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. ചില കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പരിചയപ്പെടുന്നതിനും വിദ്യാഭ്യാസം, വിനോദം, തെറാപ്പി തുടങ്ങിയ ആവശ്യങ്ങൾക്കുമെല്ലാം ഇത് ഉപകരിക്കാറുണ്ട്. റോൾ പ്ലേയിലെ അഭിനേതാക്കൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് അവരുടെ വ്യക്തിത്വം, സംഭാഷണ രീതികൾ, ശാരീരിക ക്ഷമത, റോളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രത്യേക വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ വിശദമായ ഗവേഷണം നടത്തുന്നു. അവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യവുമായി പൊരുത്തപ്പെടുകയും മറ്റ് അഭിനേതാക്കളുമായി ഇടപെടുകയും സംഭവ വികാസങ്ങളോട് യുക്തമായ വിധത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. റോൾ പ്ലേയിൽ അഭിനയിക്കുന്നവർക്ക് സ്വന്തം നിലയിൽ ചിന്തിക്കാനും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ തുടരാനും
മറ്റു പങ്കാളികളുടെ പ്രവർത്തനങ്ങളോടും സംഭാഷണങ്ങളോടും ആധികാരികമായി പ്രതികരിക്കാനും കഴിയണം. റോൾ പ്ലേയുടെ വിജയം കഥാപാത്രങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും യാഥാർത്ഥ്യവും ആകർഷകവുമായ അനുഭവം സൃഷ്ടിക്കാനുമുള്ള അഭിനേതാക്കളുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. ആളുകളുടെ വ്യത്യസ്ത ശേഷികൾ വളരാനും തിരിച്ചറിയപ്പെടാനും റോൾ പ്ലേ അവതരണം പ്രയോജനപ്പെടും. സൃഷ്ടി, സ്രഷ്ടാവ്, അനുഗ്രഹം, അനുഗ്രഹീതൻ. ഇത്തരം പദജോടികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക. മിടുക്ക്, മിടുക്കി, മിടുക്കൻ. തല, തലയൻ, തലച്ചി. സാമർഥ്യം, സമർത്ഥൻ, സമർത്ഥ. സ്വാതന്ത്ര്യം, സ്വതന്ത്രൻ, സ്വതന്ത്ര. മടയത്തം, മടയൻ. കാട്ടാളത്തം, കാട്ടാളൻ. മൃദു, മൃദുത്വം. സൗന്ദര്യം, സുന്ദരൻ, സുന്ദരി. തെക്ക്, തെക്കൻ. വടക്ക്, വടക്കൻ. പദജോടികളിൽ എല്ലാത്തിലും ഒന്നാമത്തെ പദത്തിൽ നിന്നും ഉണ്ടായ പദമാണ് രണ്ടാമത്തേത് എന്ന് വ്യക്തമാക്കുന്നു. നാമങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും നിഷ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരം നാമപദങ്ങളെ തദ്ധിതം എന്നാണ് പറയുന്നത്. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈയുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താവുന്നു. NV കൃഷ്ണവാര്യർ. നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ള കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത്. മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. രചനകളും സമകാലിക ലോക സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. കെട്ടിപ്പിടുക്കാം വിശ്വസാഹോദര്യം. പരസ്പര സഹകരണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതിമഹത്തമായൊരു പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ മഹാരാജ്യം. വിവിധങ്ങളായ പ്രശ്നങ്ങളെ അതിജയിച്ച് പുരോഗതിയുടെ പടവുകൾ താണ്ടി ഈ രാജ്യം ഇവിടം വരെ എത്തിയതും ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ സമുന്നത ഭാവിയും ഇതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. സാഹോദര്യത്തിൻ്റെ ആദ്യ പാഠശാല കുടുംബമാണ്. വിശിഷ്യ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തപൂർണമായ കുടുംബ രൂപീകരണത്തിലൂടെയും പരസ്പര പൂരകവും കൃത്യബോധവുമുള്ള കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കിലൂടെയുമാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. സാഹോദര്യത്തിൻ്റെ ഉറവ കുടുംബമാകിയാൽ അത് സമാധാനത്തിൻ്റെ അടിത്തറയും ആദ്യ പാതയുമാണ്. കാരണം ചുറ്റുമുള്ള ലോകത്ത് സ്നേഹം പരത്തുകയാണ് കുടുംബത്തിൻ്റെ കാതലായ ദൗത്യം. കുടുംബത്തിൽ നിന്നു തന്നെയാണ് എപ്രകാരമാണ് നാം സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്ന പ്രാഥമിക പാഠം പഠിക്കേണ്ടതും. വർണ്ണം, വർഗം, ദേശം, ഭാഷ, സംസ്കാരം എന്നിങ്ങനെയുള്ള എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറമുള്ള വിശുദ്ധമായ കൂട്ടായ്മ പടുത്തുയർത്തുകേണ്ടതിൻ്റെ ആവശ്യകതയാണ് NV കൃഷ്ണവാര്യരുടെ വരികളിലൂടെ വ്യക്തമാകുന്നത്. താൻ നേരിട്ട് കാണുകയോ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത വേദനകളും തൻ്റേതായി തീരുന്നതായി കവിക്ക് അനുഭവപ്പെടുന്നു. പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളിൽ അടിമകളാക്കപ്പെടുന്നവരുടെ നിസ്സഹായത നിറഞ്ഞ വേദനയും അവർക്ക് ഏൽക്കേണ്ടി വരുന്ന മർദ്ദനത്തിൻ്റെ വേദനയും കവി അനുഭവിക്കുമ്പോൾ അദ്ദേഹം വിശ്വപൗരനായി ഉയരുന്നു. കേവലം ഭിക്ഷുവിൻ്റെ കൈകളിലേക്കല്ല, ആർദ്രതയും കാരുണ്യവും വറ്റിപ്പോയ ശുഷ്കനിലത്തിലേക്കെന്നോണമാണ് ജാതിശ്രേണിയിൽ താഴ്ന്നവരാക്കപ്പെട്ട ചാമർ പെൺകുട്ടി കുളിർജലം നൽകുന്നത്. ജാതിയല്ല താൻ ചോദിച്ചത്, ദാഹജലമാണ് എന്ന ഭിക്ഷുവിൻ്റെ വാക്യങ്ങൾ ജാതിച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പെൺകുട്ടിക്ക് പ്രചോദനവും പ്രേരണയുമാവുന്നുണ്ട്. പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരും രോഗപീഠയും അനാരോഗ്യവും ഉള്ളവരും നമുക്ക് ചുറ്റിലുമുണ്ട്. അവശരും ആലംബഹീനരുമായ അത്തരത്തിലുള്ളവർക്ക് ചിലപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വാക്കോ നോട്ടമോ കൈത്താങ്ങോ നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല. വഴിയിൽ ഏതോ വാഹനമിടിച്ച് പരിക്കേറ്റ വൃദ്ധയായ അമ്മയെ തീരെ അപരിചിതരായ ഒരു കൂട്ടം ആളുകൾ പരിചരിക്കുന്നതും പരിഗണിക്കുന്നതും മാധവിക്കുട്ടി തൻ്റെ കഥയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഭിന്ന തുറകളിലുള്ളവരുടെ നിസ്വാർത്ഥമായ സേവന സന്നദ്ധതയെ ഹൃദ്യമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കണമെന്ന മനസ്ഥിതിയുണ്ടെങ്കിൽ മറ്റൊന്നും അതിന് തടസ്സമാവില്ല എന്ന പാഠമാണ് ഈ ആളുകൾ നൽകുന്നത്. ലോകം പോലെ പടർന്നു കിടക്കുന്ന തൻ്റെ ജീവിതാനുഭവങ്ങളെ കീറിമുറിച്ച് വിശകലനം ചെയ്യുകയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ.
ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന വിശ്വദർശനം അദ്ദേഹത്തിൻ്റെ ഓരോ രചനയിലും കാണാവുന്നതാണ്. തൊലിയുടെ നിറത്തിലും മതത്തിലും സാമൂഹ്യ സംഘങ്ങൾക്കും ലിംഗ പ്രായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കും അപ്പുറം ഒരേ ആകാശത്തിനു കീഴിൽ വസിക്കുന്നവരാണ് നാം. വ്യത്യസ്തരെങ്കിലും എല്ലാവരും സമന്മാരാണെന്നും പരസ്പരം താങ്ങാകേണ്ടവരാണ് എന്നുമുള്ള പാഠം നമുക്ക് മറക്കാതിരിക്കാം.